ഹലോ ഗായ്സ്, ഇന്നൊരു പളനി യാത്രയുടെ ബ്ലോഗാണ്. ഞങ്ങൾ ട്രെയിനിന് പളനിയിലെത്തിയതിന് ശേഷം ഞങ്ങൾ നേരെ കാണുന്നത് കുതിരവണ്ടികളാണ്. കുതിരവണ്ടിയൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓട്ടോക്കാരും ഉണ്ടായിരുന്നു. എന്നാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്നോർത്ത് ഞങ്ങൾ കുതിരവണ്ടിക്കാണ് പോകാൻ തീരുമാനിച്ചത്. മഴവിൽക്കാവടി സിനിമയ്ക്കകത്ത് കുതിരവണ്ടി പളനിയും തമ്മിലുള്ള ബന്ധമൊക്കെ നമുക്കറിയാം. അന്നോട്ടുള്ളൊരു ആഗ്രഹമാണ് ഇങ്ങനെ പളനിയിലൂടെ യാത്ര ചെയ്യണമെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അത് സാധിച്ചെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കുതിരവണ്ടിയിൽ പുറകിലായിട്ട് ഞങ്ങൾ രണ്ടുപേരും, പിന്നെ അച്ഛയാണെങ്കിൽ കുതിരവണ്ടിയുടെ അകത്ത് കയറിയായിരുന്നു ഇരുന്നത്. പിന്നെ കുതിര ഓടുന്നതും, പിന്നെ നമ്മൾ ആ കുതിരവണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു പളനിയിലെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഓരോ ആൾക്കാരും പല രീതിയിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പലതരം വാഹനങ്ങളും നമ്മുടെ നാട്ടിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ ഈ കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എന്താണെന്ന് വെച്ചാൽ സാധാ നമുക്ക് ഓട്ടോയിൽ നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഇതല്ല. അങ്ങനെ ഞങ്ങൾ കുതിരവണ്ടിയിൽ തന്നെ ഒരു ഹോട്ടലല്ല, ഒരു ചെറിയ ലോഡ്ജാണ്. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം ഒരു 1000 രൂപ താഴെയാണ് വാടക. പക്ഷേ വൃത്തിയുള്ള റൂമും ബാത്റൂമും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എത്ര പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഈ ദേവസ്വത്തിൻ്റെ വകയായിട്ട് തലമുടി വെട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ ചെന്ന് അപ്പുക്കുട്ടനും മുട്ടയടിക്കാനാണ് ഞങ്ങൾ പളനിയിൽ വന്നത്. മുട്ട അടിച്ചപ്പം തന്നെ അവന് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ലോഡ്ജ് വന്ന് ഫ്രഷ് ആയിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ മസാല ദോശയാണ് വാങ്ങിച്ചത്. ഞങ്ങൾ 3 പേരും കഴിച്ച ശേഷം അപ്പുക്കുട്ടൻ്റെ തല ചന്ദനമൊക്കെ തേച്ച്, പക്ഷെ അവനാണെങ്കിൽ തൊപ്പി വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അവനൊരു തൊപ്പിയൊക്കെ മേടിച്ച് കൊടുത്ത് ഞങ്ങൾ പളനിയിലെ മല അല്ലെങ്കിൽ നട കയറാൻ തുടങ്ങി. പെട്ടെന്ന് തീർന്ന പോലെ ഫീൽ ചെയ്തു. എന്നാലും ഞങ്ങൾ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കാഴ്ചകളാണ് അടിപൊളിയാണ്. കുരങ്ങന്മാരൊക്കെ ഒരു കുരങ്ങനാണ് ഭസ്മൊക്കെ പൊട്ടിച്ച് ആൾക്കാരുടെ മേത്തോട്ടൊക്കെ ഇടുന്നത്. ഇതെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വരുന്നതാണ്. കയറിപ്പോകുന്ന അത്രയും നമുക്ക് പ്രയാസമില്ല തിരിച്ചിറങ്ങി വരാൻ. പളനിയിലെ പ്രസാദമൊക്കെയാണ് കേട്ടോ കയ്യിലിരിക്കുന്നത്. അവന് ഓരോ സ്ഥലത്തോടെയും കയറി നടന്നൊക്കെയാണ് ഇറങ്ങി വരുന്നത്. അവനാണ് ആ സൈഡിൽ കൂടെ കാണാൻ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാൻ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ കണ്ട് അവന് ഇറങ്ങി പോരണേ തോന്നുന്നില്ലായിരുന്നു. കുരങ്ങന്മാർ കുഞ്ഞു കുരങ്ങൻ അമ്മയുടെ കൂടെ ഇരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അവന് എത്ര വിളിച്ചിട്ട് അവനെ ഇറങ്ങി പോരൊന്നുമില്ലായിരുന്നു. പിള്ളേരെയൊക്കെ കണ്ട് അവന് ഭയങ്കര സന്തോഷം. ഓരോ പിള്ളേരും ഒക്കെ ഉണ്ട് അച്ഛയുടെ തോളത്ത് കയറി അവന് ഇറങ്ങിപ്പോകുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അച്ഛയുടെ കയ്യിൽ ടാറ്റു അടിക്കണമെന്ന് പറഞ്ഞ് അവിടെ കയറി ഞങ്ങൾ ടാറ്റു അടിച്ചു. അതിനുശേഷം ഞങ്ങൾ റൂമിൽ വന്ന് ഫ്രഷൊക്കെ ആയിട്ട് റൂം കൂട്ടി ഇറങ്ങുന്നതാണ് ഗായ്സ് കാണുന്നത്. ജസ്റ്റ് ഒരു ചെറിയ വ്ളോഗായിരുന്നു ഗായ്സ്. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ പൂട്ടി ഇറങ്ങി. ഞങ്ങൾ ട്രെയിൻ കാത്തിരിക്കുന്നതാണ്. അവനാണെങ്കിൽ മേടിച്ച് കളിപ്പാട്ടം നോക്കി കളിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് ഞാൻ ഇരിക്കുകയാണ്. ഒരു അടിപൊളി യാത്രയായിരുന്നു.